ഒരു ഉപഹാര സമർപ്പണം നടക്കുകയാണ്. അത് മറ്റൊരു സ്ഥലത്ത് വെച്ച് നൽകേണ്ടതായിരുന്നു. അതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്ന ശ്രീമതി മിനി മോഹൻ കവിതാലാപന മത്സരത്തിൻ്റെ ഒരു പ്രത്യേക പുരസ്കാരം ഡോക്ടർ സി രാവണി ഈ വേദി വെച്ച് നൽകുകയാണ്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി മിനി മോഹൻ അത് നൽകുന്നതിനായി ഡോക്ടർ സി രാവണിയെയും ക്ഷണിക്കുകയാണ്. നന്ദി. മറ്റു ചടങ്ങിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് രവീന്ദ്രൻ ഇപ്പോൾ പുറപ്പെടുകയാണ്. അടുത്ത സംസാരിക്കുന്നത് സാഹിത്യ നിരൂപകനും കലാലയ അധ്യാപകനുമായിരുന്ന മികച്ച പ്രഭാഷകൻ ഒ. വിജയനെക്കുറിച്ച് രാഷ്ട്രീയ വിമർശനം നിർവഹിച്ചുകൊണ്ട് അത് പ്രസിദ്ധീകരിച്ച ഡോക്ടർ അജിതൻ മേനോത്താണ്. ഒരു സ്നേഹത്തോടെ ഇദ്ദേഹത്തെ ക്ഷണിക്കുക. വേദിയിലും ശേഷമുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കവി യാത്രയായി അതിലേറെ ആരാധകരും സ്ഥലം വിട്ടു. പിന്നെയും അവശേഷിക്കുന്നു ചിലർ ഒരു കവിത പോലെ. കെ ജയകുമാറിൻ്റെ കവിതകളെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ ലേഖനം എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഈ പ്രസാദിനെ പോലെ ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഒറ്റനോട്ടത്തിൽ മണി പ്രസാദ് അവകാശപ്പെടുന്നത് പോലെ ഗഹനതയാർന്ന കവിതകൾ ആണെന്ന് തോന്നിയിട്ടില്ല. ഒറ്റനോട്ടത്തിൽ എനിക്ക് സുതാര്യതയാണ് അനുഭവപ്പെടുന്നത്. ലാളിത്യവും സുതാര്യതയാണ്, എളുപ്പത്തിൽ പിടികിട്ടുന്ന ബിംബങ്ങളും സൂചകങ്ങളും ആണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. മറ്റു ചില കവികൾ എഴുതുന്ന പോലെയുള്ള ദുരൂഹത അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഒട്ടുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെൻ്റേതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഞാനും സെബാസ്റ്റ്യനുമൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലം എ അയ്യപ്പൻ്റെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും ഒക്കെ ആരാധകരായി നടന്നിരുന്ന കാലമാണ്. രാത്രിയും പകലും ഉഷ്ണിച്ച് നടന്നു. നിലാവുണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിലും ഞങ്ങൾ ഉഷ്ണം മാറുന്നു അല്ലേ സെബാസ്റ്റ്യൻ? ഉഷ്ണം നടന്നത് അത് ഇന്നത്തെ കവികൾക്ക് ഉണ്ടോ എന്നൊരു സംശയമാണ്. ഇന്നത്തെ കവികളെ വെല്ലുവിളിക്കുകയാണ്, തെളിയിക്കുകയാണ്. അന്ന് കവിത എഴുതിയില്ലെങ്കിലും മനസ്സിൽ കവിതയുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു. ക്ഷുഭിത യൗവനം 80കളുടെ തുടക്കം അല്ലെങ്കിൽ 70കളുടെ അവസാനമായിരുന്നു. അന്ന് ഒരു ദിവസം ഞാൻ കലാകൗമുദി വന്നാൽ അന്ന് വളരെ പ്രിയമാണ്. പല കവികൾ വരുന്ന ഒരേ ഒരു പ്രസിദ്ധീകരണം കലാകൗമുദി ആയിരുന്നു അക്കാലത്ത്. ഇന്നത്തെ കലാകൗമുദി അപ്പോൾ കോളേജിൽ വെച്ച് രാവിലെ കലാകൗമുദി ചായയും കുടിച്ച് കലാകൗമുദി വർത്തമാന പത്രം തുറക്കുന്നതിന് മുമ്പ് അവരുടെ കവിത ഏതോ ഒരു കുമാരൻ്റെ മരണം കെ ചെയ്തു. ഞാൻ ആ കവിത വായിച്ച് അത്ഭുതപ്പെട്ടു. ഇത് ഞങ്ങൾ എഴുതുന്ന കവിതയാണ്, ഇദ്ദേഹം എന്തിനാണ് എഴുതിയത്? ഇദ്ദേഹം അധികാരത്തിൻ്റെ ഒരു വരേണ്യ വർഗത്തിൻ്റെ വ്യക്തിയായിട്ട് എനിക്കറിയാം. അന്ന് അദ്ദേഹത്തിന് IAS ഇത്തരത്തിലുള്ള കവിത ഇദ്ദേഹമല്ല എഴുതാൻ ഞങ്ങളാണ് എന്ന് അസൂയപ്പെട്ട് ആ കവിതയോട് കടന്നുപോയി. വളരെ അനുഭവം എനിക്ക് തോന്നി. ഇത്തരത്തിൽ ക്ഷുഭിത യൗവനം, സമൂഹത്തിൻ്റെ സംഘർഷം തൻ്റേതായി ഏറ്റുവാങ്ങുന്നൊരു കവി. അപ്പോൾ അദ്ദേഹം പറയുന്ന അധികാരത്തിലിരുന്നു, അധികാരത്തെ എതിർത്തു എന്ന്. അടിമയായാലും അധികാരിയായാലും കവിയാണെങ്കിൽ അയാൾ അധികാരത്തെ എതിർത്തേ തീരൂ, അല്ലെങ്കിൽ അയാൾ കവിയല്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കവിയായി കഴിഞ്ഞത്. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരാളായി മറ്റൊരു ഭാവതലത്തിലേക്ക് ഉയർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അംശത്തെ അദ്ദേഹം പകർന്നാട്ടം നടത്തി കവിയായി മാറുന്നു, എതിർക്കുകയാണ്. അപ്പൊ നീതി നിഷേധത്തിനെതിരെ, സമൂഹത്തിലെ നീതി നെറുകേടുകൾക്കെതിരെ ശബ്ദിക്കുന്ന ഒരു കവി മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമാണ് തോന്നുന്നത്. എനിക്ക് ഇവിടെ ബഹുതലമായ പല കാര്യങ്ങളും പറയണ്ടായി. നിരൂപകന്മാരുടെ സ്വഭാവമാണത്. കാരണം
പരിസ്ഥിതിയുണ്ടോ, സ്ത്രീപക്ഷമുണ്ടോ, ദളിതപക്ഷമുണ്ടോ, ഇടതുപക്ഷമുണ്ടോ, വലതുപക്ഷമുണ്ടോ, ഇങ്ങനെ പക്ഷം തേടി നടക്കുന്ന അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി ഉള്ള ചില നിരൂപക സ്വപ്നങ്ങൾ ഇതിലുണ്ടോ എന്നന്വേഷിക്കുന്ന രീതിയിലുള്ള കാവ്യ പഠനം, ആ പഠനത്തിലൂടെ കടന്നുപോയാൽ പലതും സ്ഥാപിക്കാൻ കഴിയും. ഇല്ലാത്ത എന്തെന്ന് പറയുന്നത് അല്ലേ? മാനദണ്ഡങ്ങൾ ആദ്യം കൊണ്ടുവന്നുകൊണ്ട് സംസാരിച്ചാൽ കാണുന്നതെല്ലാം വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ബഹുതലമായ ഭാവതലം കാണാൻ സാധിക്കും. പക്ഷെ അതല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, അദ്ദേഹം ആത്മസംഘർഷം അനുഭവിക്കുന്ന കവിതയാണ്, സമൂഹത്തിൻ്റെ നീതികേടുകൾക്കെതിരെ കലാപം ചെയ്യുന്ന കവിതയാണ്. അപ്പോൾ എന്തിനേയും എതിർക്കാനുള്ള ശക്തി, പ്രാവീണ്യം അദ്ദേഹത്തിനുണ്ട്. അതാണ് കവിത എന്ന് പറയുന്നത്. അതിനപ്പുറം കവിതയില്ല. അങ്ങനെ അദ്ദേഹം ഏതാനും നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഏറ്റവും ആദ്യം പ്രസിദ്ധീകരിച്ചു, അതിൻ്റെ പേര് ഒറ്റപ്പെട്ടവൻ്റെ പാട്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട കവിതകളിൽ അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം പുലർത്തിയിരുന്ന ഈ വികാരം, ഈ കാവ്യവികാരം ഒരേ രീതിയിലുള്ളതാണ് എന്നതിൽ കാണാൻ അതിതീവ്രമായ ഭാവാത്മകതയുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ ആ കവിതയിൽ ഉള്ള ഒരു കവിത കൂടെ പറയാം. ഒറ്റപ്പെട്ടവൻ്റെ പാട്ടിൽ ആ ഒരു കവിതയുണ്ട്. അപ്പം അതിൽ അസുര വികാര കുമിളകൾ, ധമനികളിൽ പൊട്ടും കനവുകൾ, പരദീസകൾ തേടാൻ പാപം രുചിച്ചവർ നാം. ഇങ്ങനെയുള്ള ബിംബങ്ങൾ അന്ന് മുതലുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ. പിന്നെ രാമരാജ്യം അന്നും ഇന്നും പ്രസിദ്ധമാണ്. ഒളിയമ്മയച്ചും കുരങ്ങൻ്റെ പോലും വാലു പിടിച്ചും നാടുവാണരുളും രാമൻ്റെ രാജ്യമാണിത് രാമരാജ്യം. ഈ കവിതയ്ക്ക് അന്ന് മാത്രമല്ല, രാമരാജ്യത്തിൻ്റെ പേരിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നാം കാണുന്ന പല ഈ കാവറ്റ ബിംബങ്ങളും കച്ചുടക്കാൻ അദ്ദേഹം അന്ന് മുതൽ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണമാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഏതോ ഒരു കുമാരൻ്റെ മരണം, ആരുമറിയാതെ മരിച്ച കുമാര, അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ശവത്തിലൊരു പതാകയെങ്കിലും ഞങ്ങൾ ഉദയിക്കുമായിരുന്നു. വലിയ കാവട്യങ്ങൾ, രക്തസാക്ഷികൾക്ക് വേണ്ടി നടക്കുന്ന കാവട്യങ്ങൾ അന്നുമുണ്ട് എന്നുമുണ്ട്. അതുകൊണ്ട് ആരുമറിയാതെ മരിച്ചുപോയി നീ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ശവത്തിൽ പതാക പുതപ്പിച്ച് നിന്നെ ഞങ്ങൾക്ക് സ്വന്തമാക്കാമായിരുന്നു എന്ന് ഉള്ള കാവട്യമാണ്. അങ്ങനെ നിരവധി കാവ്യബിംബങ്ങൾ അന്ന് മുതൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തോട് ഇദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കവിയായതെന്ന അത്ഭുതം എൻ്റെ മനസ്സിലേക്ക് കുടിയേറിയത്. അങ്ങനെ വന്ന് 2026 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ പനി, അതിൻ്റെ ശീർഷകം തന്നെ പനി എന്ന് പറഞ്ഞാൽ ആ സംഘർഷത്തെ, ആ കൊള്ളുന്ന ഭാവത്തെ, ആ ഭാവതീഷ്ണതയെ സ്ഫുരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ശീർഷകം. ഒന്നാമത്തെ കവിതയിൽ തന്നെ പറയുന്നു, ശബ്ദവിത്ത്. ഈ മുറി എത്ര സുരക്ഷിതം, ഒളിച്ചോട്ടമാണ്. ഭദ്രം, ശബ്ദമുക്തം, ശബ്ദവിഹീനമാണ്, ശബ്ദമില്ലാതെ ഒളിച്ചിരിക്കുക. ഈ സുഖവാസ മന്ദിരം മുദ്രിതം ശീതീകൃതം, എത്രമേൽ സുഖപ്രദം, കാറ്റു കടക്കാതെ ഏറെ കവചിതം. ഇതൊരു ആത്മവിചാരണയാണ്. അദ്ദേഹം അധികാരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ഈ ആത്മസംഘർഷത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. എത്ര സുരക്ഷിതമായ മുറിയിൽ ഞാൻ ഒളിച്ചിരിക്കുന്നു, ഇത് സുഖവാസ മന്ദിരമല്ലേ, അത് എനിക്ക് എത്ര സുഖം നൽകുന്നു, കാറ്റ് കിടക്കുന്നില്ല, കവചിതമാണ്. മുറ്റത്ത് വീശിപ്പരക്കുന്ന കാറ്റിന് മനുഷ്യ വിയർപ്പിൻ്റെ ഗന്ധം, സുഖമന്ദിരം ഗന്ധവിമുക്തം ശബ്ദവിഹീനം. തോക്കുകൾ പുകയും തെരുവിൽ ഒരു പൈതൽ ഒറ്റയ്ക്ക് നിലവിളിയായി അലയുന്നു. ഒരൊറ്റാ കവിത അവസാനിപ്പിക്കുക.
പിന്നെ അദ്ദേഹം പറയുന്നത് കാറ്റിൻ്റെ കേൾക്കാത്ത പ്രവചനം ഇങ്ങനെ വെള്ളം വീഴാത്ത ചുമരുകളില്ല. അത്തരം ഇല്ലെങ്കിൽ തന്നെയും ഇതുവഴി നിർത്താം. തോക്കുകൾ പുകയും തെരുവിൽ സംഘർഷമാണ്. ഒരു പൈതൽ ഒറ്റയ്ക്ക് നിലവിളിയായി അലയുന്നു. ഓരോ ശിശുരോധനത്തിലും കേൾക്കുക ഒരു കോടി ഈശ്വര വിലാപം എന്ന് പറയുന്നതൊക്കെ ഒരേ രീതിയിലാണ് അല്ലേ? സുനന്ദാരമറ്റുള്ള ഓരോ ശിശുരോധനത്തിലും കേൾക്കുന്ന വിലാപം. അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തെ അറിഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ സങ്കടം സ്വയം ഏറ്റുവാങ്ങാൻ കവി തയ്യാറാകുന്നു. നീ അറിഞ്ഞോ എന്ന മറ്റൊരു കവിതയിൽ മഴ പെയ്തു തോരാത്ത നേരത്തുമെന്നുള്ളിൽ പടരുന്ന വെയിലു നീ കണ്ടോ, മനസ്സിന്റെ വിടവുകൾക്കുള്ളിൽ നിന്നൂറുന്ന നീർച്ചോലയും നീ അറിഞ്ഞു. അപ്പൊ മഴ പെയ്യുമെങ്കിലും പെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ എൻ്റെ ഉള്ളിൽ വെയിൽ പടരുകയാണെന്ന ബിംബം. സ്വന്തം ദുഃഖങ്ങളെ നക്കിത്തുടയ്ക്കുന്ന ജന്തുജന്മത്തെ അറിഞ്ഞു. വൈയക്തികമായ നമ്മുടേതായിട്ടുള്ള സ്വകാര്യമായ സങ്കടങ്ങളിലല്ല, മറിച്ച് ആ സമൂഹത്തിൻ്റെ ഈ ധർമ്മസങ്കടങ്ങളിലാണ് കവി മുഴുകേണ്ടത്. അതാണ് സ്വന്തം ദുഃഖങ്ങളെ നക്കിത്തുടയ്ക്കുന്ന ജന്തുജന്മത്തെ അറിഞ്ഞു എന്ന് കവി സ്വയം ചോദിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കവിതയിലും ഈ സംഘർഷത്തെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ചരിത്രം ഒരു വ്യാജം എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നു, ഒടുവിൽ നമ്മുടെ ഓർമ്മകളിൽ കുഴിബോംബുകൾ പൊട്ടും, ചില്ലിട്ട് സൂക്ഷിച്ച ചിത്രങ്ങളും ഇഷ്ടവസ്തുക്കളും പൊട്ടിത്തകരും, നമ്മൾ കീടങ്ങളും പെരിച്ചാഴികളുമായി മാറിക്കഴിയുമ്പോൾ മാറി നിന്ന് പല്ലിളിക്കുന്ന വിരൂപനാണ് ചരിത്രം. അപ്പോൾ ചരിത്രത്തെ നമുക്ക് വിരൂപനായി തോന്നും. നാം ഈ സ്വാർത്ഥതയിൽ സ്വയം കീടങ്ങളും പെരിച്ചാഴികളുമായി പരിണതപ്പെടും എന്ന് കവി സ്വയം വിചാരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഓരോ കവിതയിലും ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. അതല്ലാതെയുള്ള മുൻബുദ്ധിയായിട്ടുള്ള ഈ നിരൂപക ഈ വ്യവസ്ഥകൾ കൊണ്ട് അളക്കുന്നതിനപ്പുറം അവസാന രാത്രി ഒടുങ്ങുകയാണിനി, അവസാന സൂര്യോദയം മാത്രം, സുഖദുഃഖമഖിലവും സ്മരണകൾ സർവവും എന്നേക്കുമായി ഒടുങ്ങുന്നു, അവസാന ദിവസമേ വരിക, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ഇതൊരു കാൽപ്പനികരെ പോലെ ഒരു നൈരാശ്യഭാവം. ആ നൈരാശ്യഭാവം ഉണ്ടാകുന്നത് സ്വന്തം ദുഃഖങ്ങളിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കണം. നിസ്സംഗതയാണ്. ഇവിടെ ആരും കരയുന്നില്ല, ചിരിക്കുന്നുമില്ല, ആരും ഉറങ്ങുന്നില്ല, ഉണരുന്നുമില്ല. ഇവിടെ ആരും കൊയ്യുന്നില്ല, വിതയ്ക്കുന്നുമില്ല. ഇവിടെ ശബ്ദങ്ങളില്ല, മൗനവുമില്ല. ഇതെല്ലാം ഈ സമൂഹത്തിൻ്റെ നിസ്സംഗതയെ അദ്ദേഹം എടുത്തു കാട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ചില രാത്രികളിൽ കവിയുടെ ഒച്ചയില്ലാ കരച്ചിലും നെടുവീർപ്പും സത്രം അയാൾക്ക് കൊണ്ടുകൊടുത്തു. എല്ലാവരും ഉറങ്ങിയ രാത്രികളിൽ പാപഭാരവും കുറ്റബോധവും ഉറക്കമിളച്ചിരിക്കുന്നത് സത്രം കാട്ടിക്കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള അന്യതാബോധങ്ങളിൽ പോലും അവിടെ നമുക്കറിയാം ആ കവി ഒളിച്ചോടാൻ കഴിയും. ഒളിച്ചോടാൻ കവി കഴിയാത്തൊരവസ്ഥയാണ്. അത് ഒച്ചയില്ലാക്കരച്ചിലും നെടുവീർപ്പും സത്രം താമസിക്കുന്ന മുറി അയാൾക്ക് കാട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ചാൽ നിരവധി സംഗതികളുണ്ട്. സത്യത്തെ ആരാണ് ഭയക്കാത്തത്? അസത്യം എത്ര സുരക്ഷിതം എന്നാർക്കാണ് അറിയാത്തത്? സത്യാനന്തര കാലത്ത് നാം സത്യത്തെ ഭയക്കുന്നു എന്ന സത്യമാണ്. അസത്യം എത്ര സുരക്ഷിതം അല്ലേ? എല്ലാവരും ഇന്നത്തെ ഈ അസത്യത്തെ ഉൾകാൻ വെമ്പുന്ന കാലം, ഈ സമൂഹത്തിൻ്റെ കാപട്യങ്ങൾക്കൊപ്പം നീന്താൻ ശ്രമിക്കുന്ന കാലം, ഒത്തുതീർപ്പുകളുടെ കാലം മാറി. ഉത്തരാധുനികതയെല്ലാം മാറി ഒത്തുതീർപ്പിൻ്റെ കാലമാണ്. ലാഘവത്വത്തിൻ്റെ എന്തും സഹിക്കാൻ, എന്തും സ്വീകരിക്കാൻ, എന്തിനോടും പൊരുത്തപ്പെടാൻ നാം തയ്യാറാകുന്ന കാലത്തെ പല രീതിയിൽ പല ഭാവത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ ഈ കാവ്യലോകത്തേക്കുള്ള എൻ്റെ ഈ ചെറിയ പ്രദക്ഷിണം അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയെല്ലാം ആത്മസംഘർഷം അനുഭവിക്കുമ്പോൾ അതിമനോഹരമായ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അതിമനോഹരമായിട്ടുള്ള ഗാനങ്ങൾ
അത് മറ്റു രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പാഠനാട്ടമാണ്. ലോലഭാവം, പ്രേമോദാരനായിട്ടുള്ള ഒരു കവിയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മറ്റൊരു തലം അദ്ദേഹം സ്വയം ആശ്വസിക്കാൻ വേണ്ടി എഴുതിയതായിരിക്കും. അഴകിൻ്റെ പൂർണിമ മിഴികളിൽ വിരിയുമ്പോൾ നീ എൻ്റെ ജീവനായി തീരും. അനുഭൂതി പൂക്കും നിൻ മിഴികളിൽ നോക്കി ഞാൻ വെറുതെയിരുന്നേറെ നേരം. കരളിൻ്റെ ഉള്ളിലും കാവ്യം, കരളിൻ്റെ ഉള്ളിലും കാവ്യം. നന്ദി.